ഇനി നമുക്ക് ഇന്ന് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു ക്യാമ്പയിനുണ്ട്. അതായത് തേനീച്ചാക്രമണം. 2 ദിവസം മുമ്പ് ഓർമ്മയുണ്ടാവല്ലോ, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ബോംബ് ഭീഷണി എന്ന് പറയുന്നു, പിന്നെ സംവിധാനങ്ങളൊക്കെ വരുന്നു, തേനീച്ച ഇളകുന്നു, കുറേ പേർ ആശുപത്രിയിലായി. അപ്പോൾ അതിനുശേഷമാണ് എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വലിയ ഭീഷണിയായ തേനീച്ചകൾ ഉണ്ട് എന്നായിരുന്നു മാതൃഭൂമി ന്യൂസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഈ അപകടകരമായ സാഹചര്യങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ പ്രതീക്ഷ പകരുന്നൊരു വാർത്ത കൂടി നമ്മൾ പങ്കുവച്ചിരുന്നു. അതായത് തേനീച്ചകളെ എങ്ങനെ സുരക്ഷിതമായി മാറ്റി എന്നതിൻ്റെ ഒരു കഥയാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ കേട്ടത്. വയനാട് കളക്ട്രേറ്റിൽ ശുചീകരണത്തിനിടെ തേനീച്ചക്കൂട് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ ഹോർട്ടികോർപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉദ്യോഗസ്ഥരെത്തി തേനീച്ചകളെയൊക്കെ വളരെ സുരക്ഷിതമായി മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ തേൻ വേർതിരിച്ചെടുക്കുകയും ചെയ്തു. നമ്മൾ കളക്ടറേറ്റ് കമ്മ്യൂണിറ്റി ക്ലീൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തിലെ ഒരു തേനീച്ച കൂട് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോർട്ടികോർപ്പറേഷൻ ആൾക്കാരെന്നെ ഇത് ഇൻഫർമേഷൻ കൊടുത്തു. സോ വെരി സിൻസിയർലി അവർ വന്നിട്ട് ആ തേനീച്ച കൂടും സംരക്ഷിതമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തേനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഇങ്ങനെ ഒരു തേനീച്ച കൂട് നമ്മൾ കണ്ടെത്തുമ്പോൾ അത് ഡെസ്ട്രോയ് ആണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഹണിബി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ഇങ്ങനെ ആർക്കെങ്കിലും തേനീച്ച കൂട് നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ ദയവായിട്ട് അത് ഡെസ്ട്രോയ് ചെയ്യാതെ ഹോർട്ടികോർപ്പറേഷനെ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് സുരക്ഷിതമായിട്ട് ആ കൂട് കൊണ്ടുപോകും. കമൽ പറയും കൂടുതൽ കാര്യം. കമൽ, ഇന്ന് ബിനിൽ കൊച്ചിയിൽ നിന്ന് പരിചയപ്പെടുത്തിയത് കുട്ടായി എന്നൊരു ചേട്ടനെ കുറിച്ചാണ്. ആ ഭാഗത്തൊക്കെ എവിടെയും ഈ തേനീച്ചയോ കടന്നലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷകനായി എത്തുന്ന അദ്ദേഹമാണ്. എന്തായാലും വയനാട്ടിൽ ഹോർട്ടികോർപ്പിൻ്റെ ആളുകൾ തന്നെയല്ലേ ഇങ്ങനൊരു സംവിധാനം അവർക്കുണ്ട്. എങ്ങനെയാണത് മറ്റിടങ്ങളിലൊക്കെ പ്രയോജനപ്പെടുക? എങ്ങനെയായിരുന്നു സുരക്ഷിതമായി മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും തേനീച്ച ആക്രമണത്തിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് വിശദമായ പരമ്പര മാതൃഭൂമി ന്യൂസ് നൽകുകയും ചെയ്തു. എന്താണെങ്കിലും വയനാട് കളക്ട്രേറ്റിൽ ക്ലീനിങ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്ഥലത്ത് തേനീച്ചക്കൂട് കണ്ടത്. ആ സമയത്ത് അത് കത്തിച്ച് കളയാനോ നശിപ്പിച്ച് കളയാനോ ഒന്നും മുതിർന്നില്ല. എത്രയും പെട്ടെന്ന് ഹോർട്ടികോർപ്പ് അധികൃതരെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. ഹോർട്ടികോർപ്പിൽ നിന്നുള്ള ആളുകളെത്തി സുരക്ഷിതമായി തേനീച്ചകളെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയതിന് ശേഷം തേൻ വേർതിരിച്ചെടുക്കുകയും ചെയ്തു. അതാണ് വയനാട് ജില്ലാ കലക്ടർ DR മേഘശ്രീ പറയുന്നത്. ഇത്തരത്തിൽ എവിടെയെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തൊക്കെ തേനീച്ചക്കൂട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഹോർട്ടികോർപ്പ് അധികൃതരെ വിവരമറിയിച്ചാൽ അവർ വന്ന് ഇത്തരത്തിൽ തേനീച്ചകളെ സുരക്ഷിതമായി മാറ്റും. തേൻ വേർതിരിച്ച് എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തേനീച്ചക്കൂട് നശിപ്പിച്ച് കളയരുത്. ഇതിനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ഹോർട്ടികോർപ്പ് അധികൃതരെ വിളിച്ച് ഇത്തരത്തിൽ സുരക്ഷിതമായി തേനീച്ചകളെ മാറ്റാം. മാത്രമല്ല, വയനാട് പോലുള്ള സ്ഥലത്ത് നിറയെ കാപ്പിത്തോട്ടങ്ങളാണ്. അവിടെ തേനീച്ച വളർത്തലിനും വളരെ സാധ്യതയുണ്ട്. അതാണ് കലക്ടർ എടുത്തു പറയുന്നത്. മാത്രമല്ല, ഈ തേൻ കമൽ പറഞ്ഞ പോലെ ഇത്രയും സുരക്ഷിതമായി മാറ്റാനുള്ള ഒരു സംവിധാനമൊക്കെ ഹോർട്ടികോർപ്പിന്റെ കൈവശമുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെയും മലപ്പുറത്തെയും ഒക്കെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ കണ്ടാണ്. അവിടെയൊക്കെ ഇത് ഉപയോഗിക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആളുകൾ സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. അപ്പോൾ ശരി.